നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ധർമ്മം എന്ന ആശയത്തെ ലോകത്തിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് ഭാരതമാണ്. ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും സ്വന്തം ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിക്കുന്നതോടൊപ്പം മറ്റ് വ്യക്തികൾക്കും മറ്റ് സമൂഹങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉയർച്ചയും ഉണ്ടാകണം. അങ്ങനെ പരസ്പര പൂരകവും പരസ്പര പോഷകവുമായി ലോകം നിലനിൽക്കണം. ഇവിടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ആവശ്യമുണ്ട്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ആവശ്യമുണ്ട്. എല്ലാ വൈവിധ്യങ്ങളും ഒത്തൊരുമിച്ച് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും തോളോട് തോൾ ചേർന്ന് സമന്വിതമായി വർത്തിക്കുമ്പോഴാണ് ലോകം ശാന്തിയിലും സമാധാനത്തിലും നിലനിൽക്കുന്നത് എന്ന സന്ദേശം നൽകുന്നതാണ് ധർമ്മം. ഈ ധർമ്മത്തിൻ്റെ പേരിലാണ്, ഈ ധർമ്മത്തെ ഉപദേശിക്കുന്ന വൈദിക ശാസ്ത്രങ്ങളുടെ പേരിലാണ് ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പ്രാണാദപി കോരമ്യഃ കുലധർമ്മ സാധുസംഗശ്ച പ്രാണാദപി കോരമ്യഃ കുലധർമ്മ സാധുസംഗശ്ച കാ സംരക്ഷ്യ കീർത്തിഃ പതിവ്രജ നൈജ ബുദ്ധിശ്ച കാ സംരക്ഷ്യ കീർത്തിഃ പതിവ്രജ നൈജ ബുദ്ധിശ്ച. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 91-ാം ചോദ്യം അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടേണ്ടത് എന്താണ് എന്നാണ്. സത്കീർത്തി, പതിവ്രത, തൻ്റേതായ ബുദ്ധി എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ആചാര്യൻ മറുപടി പറയുന്നു. ഈ 3 ഘടകങ്ങളെയും കുറിച്ച് വിശദമായി വിവരിക്കുകയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 38-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ അവസാനത്തെ ചോദ്യം പ്രാണനേക്കാൾ ജീവനേക്കാൾ രമ്യമേതാണ് എന്നായിരുന്നു. കുലധർമ്മവും സാധുസംഘവും എന്ന് പറഞ്ഞു. തുടർന്ന് 91-ാമത്തെ ചോദ്യമാണ് കാ സംരക്ഷ്യ അങ്ങേയറ്റം രക്ഷിക്കപ്പെടേണ്ടത് ആര്? സ്ത്രീലിംഗത്തിലാണ് ചോദ്യം. ആരാണ് അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടേണ്ടത്? മറുപടി കീർത്തി, പതിവ്രത, നൈജബുദ്ധിശ്ച. 3 മറുപടികളാണ് പറയുന്നത്. ആദ്യത്തേത് കീർത്തിയാണ്.
അപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കീർത്തി. കീർത്തി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സത്കീർത്തി എന്ന് മനസ്സിലാക്കണം. കാരണം ദുഷ്കീർത്തി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഒരു ആചാര്യനും ഉപദേശിക്കില്ലല്ലോ. അപ്പോൾ ദുഷ്കീർത്തി എന്ന അർത്ഥമെടുക്കാതെ സത്കീർത്തി എന്ന അർത്ഥമെടുക്കുക. സത്കീർത്തി എന്ന് പറഞ്ഞാൽ യശസ്സാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് സംരക്ഷിക്കേണ്ടുന്നതാണ് യശസ്സിനെ. യശസ് സത്കീർത്തി വരാൻ നേടിയെടുക്കാൻ നല്ലപോലെ പരിശ്രമിക്കേണ്ടതുണ്ട്. ദീർഘകാലത്തെ സുജീവിതത്തിൻ്റെ ഫലമാണ്, സത്കർമ്മങ്ങളുടെ ഫലമാണ് കീർത്തി എന്നുള്ളത്, യശസ് എന്നുള്ളത്. എന്നാൽ യശസ് നശിക്കാൻ എളുപ്പം കഴിയും, അതിനൊരു പണിയില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് യശസ് ഇല്ലാതാവാം. എത്രയോ ദശകങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ സ്വാഭാവികമായി ആർജിക്കപ്പെട്ടതായാൽ പോലും യശസ് ഇല്ലാതാവാൻ ഒരു നിമിഷം മതി. നമുക്ക് ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ അനുഭവമുള്ളതാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി യശസ്സിനെ സംരക്ഷിക്കേണ്ടതാണ്. രണ്ടാമത് പറയുകയാണ് പതിവ്രത. പതിവ്രത പതിവ്രത പാതിവ്രത്യത്തിൽ ഉറച്ച് ജീവിക്കുന്ന സ്ത്രീ, തൻ്റെ പതിയിൽ നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി കഴിയുന്ന പത്നി. ആ പത്നി പതിയാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സാമൂഹികങ്ങളായ വിഷയങ്ങൾ ഏതു തന്നെയോ ആവട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ആ സാമൂഹികമായ വിഷയം പ്രതിപാദിക്കപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിക്കണം. കാരണം ഇന്നത്തെ ഒരു കാലത്ത് പതിവ്രത സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ തുല്യമായി പതിയും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ പത്നിയാൽ എന്ന് ചോദ്യം വരും. കാരണം പതി പത്നി സമത്വവാദമൊക്കെ വളരെ പ്രചരിതമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പരിരക്ഷിക്കപ്പെടാൻ യോഗ്യതയാർക്കാണോ അയാൾ പരിരക്ഷിക്കപ്പെടണം. സാമൂഹികവും സാമ്പത്തികവും കായികവും എല്ലാമായി പരിരക്ഷിക്കാൻ യോഗ്യനാരാണോ അയാൾ പരിരക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും വേണം. അത് യാതൊരു വിരോധവുമില്ല. പക്ഷെ ഇവിടെ എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ സാമൂഹിക സ്ഥിതിക്കനുസരിച്ച് പതിവ്രത സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നും എന്ത് സമത്വവാദം പറഞ്ഞാലും സ്ത്രീക്ക് പ്രത്യേക പരിഗണന വേണമെന്നുള്ളത് പൊതുവെ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. തൊഴിലിനായാലും വിദ്യാഭ്യാസത്തിലായാലും സാമൂഹികങ്ങളായ മറ്റിടപെടലുകളിലായാലും സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷ അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രത്യേക അവകാശങ്ങൾ വേണം എന്നുള്ളത് നവീന സമൂഹവും അംഗീകരിച്ചത് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പതിവ്രത സംരക്ഷിക്കപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ സതുദ്ദേശ്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മറ്റൊന്ന് പ്രധാനമായിട്ട് പറയുകയാണ് നൈജബുദ്ധിശ്ച. നൈജബുദ്ധി, നിജബുദ്ധി എന്ന് പറഞ്ഞാൽ തൻ്റെ ബുദ്ധിയാണ്, അതിൻ്റെ ഭാവമാണ് നൈജബുദ്ധി. അപ്പോൾ തൻ്റെതായ ബുദ്ധി സംരക്ഷിക്കപ്പെടണം, അത് മുഖ്യമാണ്. നമ്മൾ ഒരു സമൂഹ മനസ്സിന് അടിമയായി പോയി കഴിഞ്ഞാൽ പലപ്പോഴും സ്വന്തം ബുദ്ധി പ്രകാശിക്കില്ല. വലിയൊരു കൂട്ടത്തിൽ നമ്മൾ പെട്ടു, ഒരാൾക്കൂട്ടത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു. ആ ആൾക്കൂട്ടത്തിൻ്റെ മനസ്സിൻ്റെ ഭാഗമായി നമ്മൾ തീർന്നാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവില്ല. നമ്മൾ അരുതാത്തതടക്കം ചെയ്തെന്ന് വരും. വികാരഭരിതരായി അഥവാ വിവേകരഹിതരായി നമ്മൾ പ്രവർത്തിച്ചെന്ന് വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് സ്വന്തം ബുദ്ധി ഏതവസ്ഥയിലും സംരക്ഷിക്കണം. ഏതവസ്ഥയിലും, ഏതാൾക്കൂട്ടത്തിലായാലും ഒറ്റയ്ക്കായാലും ഒരിക്കലും സ്വന്തം ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കരുത്. കാരണം ബുദ്ധി നഷ്ടപ്പെട്ടാൽ ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശം കൊണ്ട് സമ്പൂർണ്ണമായ നാശമാണ് ഒരാൾക്ക് വന്നു ചേരുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമൂഹ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. സമൂഹ മനസ്സിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുക. ഇന്നത്തെ ഒരു സമൂഹത്തെ ശ്രദ്ധിച്ചാൽ മതി. നിരന്തരമായി വാർത്താമാധ്യമങ്ങൾ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, വർത്തമാന പത്രങ്ങൾ, അതുപോലെ മറ്റ് സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്ന സിനിമ തുടങ്ങിയ ഉപാധികൾ, ഇതെല്ലാം
ഒത്തുചേർന്നുണ്ടാക്കുന്ന ഒരു സമൂഹ മനസ്സ് അത് രൂപപ്പെടും. അത് പലപ്പോഴും അസത്യമോ അധർമ്മമോ ആയിരിക്കും പ്രചരിപ്പിക്കുന്നത്, സത്യവിരുദ്ധമായ ആശയങ്ങളെ ആയിരിക്കാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിൽ പോലും അയഥാർത്ഥങ്ങളാണെങ്കിൽ പോലും ഒരു സമൂഹ മനസ്സ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഭിന്നമായി നിൽക്കുക എളുപ്പമല്ല. അപ്പോൾ സമൂഹ മനസ്സിൻ്റെ രൂപപ്പെടൽ എന്ന് പറയുമ്പോൾ കേവലം സ്ഥൂലമായ ബാഹ്യമായ ആൾക്കൂട്ടത്തിലൂടെ മാത്രമല്ല ഉണ്ടാവുന്നത്. അല്ലാതെ ആശയപ്രചരണത്തിൻ്റെ വിഷയത്തിലുള്ള കൂട്ടുകെട്ട് കൊണ്ടും സമൂഹ മനസ്സുണ്ടാവും. ഏത് പ്രകാരം സമൂഹ മനസ്സുണ്ടായാലും വിവേകശാലികളായവരുടെ കർത്തവ്യമാണ് സ്വന്തം ബുദ്ധിയെ നിലനിർത്തുക. ലോകം മുഴുവൻ ഒരു തെറ്റിന് കൂട്ടുനിന്നാലും താൻ അതിൽ പെടാതിരിക്കുക, താൻ തൻ്റെ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് അവശ്യ കർത്തവ്യമാണ്. അതുകൊണ്ട് നൈജബുദ്ധി സംരക്ഷ്യ, നൈജബുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പതിവ്രത സംരക്ഷിക്കപ്പെടേണ്ടതാണ്, കീർത്തി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നിവിടെ പറയുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളങ്ങരയിലെ പരമാത്മികേ എൻ്റെ പ്രാർത്ഥന കേട്ടുണരൂ. പടിഞ്ഞാറെ നടയിലെ പടിവാതിലിൽ പതിവായി മനം നൊന്തു ഞാൻ തൊഴുതു നിൽപ്പു. ദേവി പന്തീരടി പൂജ തൊഴുതു നിൽപ്പു. ദേവി വിശ്വജനനി ജയ, വിശ്വമായി വിശ്വരൂപേ. അമ്മേ അന്നപൂർണേ ജയ, അംബികേ ആനന്ദമേകൂ. അടിയന്റെ അകതാരിൽ അണയാതെ എരിയുന്ന അമൃതാകുമറിവിന്റെ നിറദീപമാണു നീ ദേവി. അന്നപൂർണേ ജയ, അംബികേ ആനന്ദ